ഏവരെയും ചാനൽ ആംനോസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ സന്തോഷത്തോടെയും ഒക്കെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കട്ടെ. സമയലഭ്യത പോലെ എൻ്റെയും ചാനൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ബൈബിളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആമുഖമായി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ലോകം ആദരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഒക്കെ വെച്ച് അഹിംസയുടെ പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയപ്പെടാത്തവരാരില്ല. ഈ തലമുറയും മുൻ തലമുറയും എല്ലാവരും ബഹുമാനിക്കുകയും അറിയുകയും ചെയ്യുന്നെങ്കിലും ഈ ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങുന്നു. ഗാന്ധി ഈസ് മൈ ഫാദർ എന്ന പേരിൽ ഇംഗ്ലീഷ് ഹിന്ദി ടൈറ്റിലിൽ ഒരു സിനിമ വന്നിരുന്നു. ഞാൻ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനല്ല ഈ ചാനലിൽ വരുന്നത്. എന്നാൽ ആ സിനിമയിലെ ചില കഥാപാത്രങ്ങളുമായി തുലനം ചെയ്യാവുന്ന ചില സബ്ജക്റ്റുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഇത് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഇതാണ്: ഏലിയും കുടുംബവും. ഏലി സാധാരണ ഒരു വ്യക്തിയല്ല, ഇസ്രയേലിൻ്റെ മഹാപുരോഹിതനും അതോടൊപ്പം തന്നെ ന്യായാധിപനുമായി രണ്ട് റോളുകൾ കൈകാര്യം ചെയ്ത ഏലിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്ക് ഒഫ്നിയും ഫിനഹാസിനും വന്ന അപചയങ്ങളും ഒരാത്മീയ കുടുംബത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളും അതിൽ ഇടവരുത്തിയ കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നെങ്കിലും അത് നമുക്ക് പ്രത്യക്ഷത്തിൽ സമാനമായതായി എനിക്ക് തോന്നിയുകൊണ്ടാണ് ഈ വിഷയം. നിങ്ങൾക്ക് സമയലഭ്യത പോലെ ഈ സിനിമ കാണണം. കാരണം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മകനെക്കുറിച്ചാണ്. മഹാത്മാഗാന്ധിയുടെ മൂത്ത മകൻ ഹരിലാൽ ഗാന്ധി മതം മാറി മുസ്ലിമായി അബ്ദുള്ള ഗാന്ധി എന്ന പേര് സ്വീകരിച്ചു. ധാരാളം പണം സ്വീകരിച്ചാണ് അങ്ങനെ മതം മാറിയെന്ന് പറയപ്പെടുന്നുവെങ്കിലും അതിന് തെളിവുകളില്ല. അത് അന്വേഷിക്കാൻ പോകുന്നുമില്ല. അമിത മദ്യപാനിയും ശ്രീലാടംബനുമായിരുന്നു ഈ ഹരിലാൽ. അദ്ദേഹം ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്. നല്ല വിദ്യാഭ്യാസം നേടി ഇംഗ്ലീഷും ഹിന്ദിയും പല ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന സുന്ദരനും സുമുഖനും ഒക്കെ ആയിരുന്നു ഒരു വിധത്തിൽ. എന്നാൽ രണ്ട് ധ്രുവങ്ങളിലായി. പിതാവായ ഗാന്ധി എങ്ങനെയോ അതിന് ഓപ്പോസിറ്റ് ക്യാരക്ടറായി. അങ്ങനെയാണ് ചരിത്രത്തിൻ്റെ ബാഡ് ഹിസ്റ്ററി, നല്ല ചരിത്രത്തിലല്ല, തെറ്റായ ചരിത്രത്തിലേക്ക് വഴിമാറിപ്പോയ ഹീനമായ ദുഃഖകരമായ ഒരു ചരിത്രമാണ് ഈ ഹരിലാൽ ഗാന്ധിക്കുള്ളത്. അതാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും ആര്യ സമാജത്തിൽ പോയി ഹിന്ദു മതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഗാന്ധി വിദേശ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് സ്വദേശവൽക്കരണം നടത്തിയപ്പോൾ അതിനെതിരായി പരസ്യമായി പാശ്ചാത്യ വസ്ത്രങ്ങളുടെ വിൽപ്പനശാല നടത്തി ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഈ ഹരിലാൽ ഗാന്ധി. ഇതാ ഞാൻ പറഞ്ഞത്. പിതാവ് ഉന്നത സ്ഥാനത്ത് നിന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ ബഹുമാന്യനായ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ മറിച്ച് ഇതിനെതിരായി പരസ്യമായി രംഗത്ത് വന്ന് പിതാവിനെയും മാതാവിനെയും മറ്റ് തൻ്റെ സഹോദരങ്ങളെയൊക്കെ അവഹേളിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വേഗത്തിൽ വിട്ടുപോകുക എന്നുള്ള ഒരു പുതുമയാർന്നതും ഇതുവരെ മറ്റാരും രംഗത്ത് കൊണ്ടുവരാത്തതുമായ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് നടത്തിയത് ക്വിറ്റ് ഇന്ത്യ. വിദേശികൾ, കാരണം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന പരുത്തി കൃഷി, പരുത്തിയുടെ കൊണ്ട് ഉപഘടകങ്ങൾ ഇന്ത്യയിൽ അതിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. മെഷീനറികളോ ഫാക്ടറികളോ ഒന്നും ഇന്ത്യയിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് അവർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് വസ്ത്രമാക്കി കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ് ഈ വിദേശ വസ്ത്രങ്ങൾ. അതിൻ്റെ പേരിൽ അങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ, വേഗത്തിൽ ഇന്ത്യ വിട്ടുപോവുക എന്നുള്ള സമരമുറയിൽ വിദേശ വസ്ത്രങ്ങളും വിദേശ ഉൽപ്പന്നങ്ങളും തിരസ്കരിക്കാൻ ആഹ്വാനം നൽകിയപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ഇന്ത്യക്കാരൻ നിലയിൽ തന്നെ
മറിച്ച് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ എന്തായിരുന്നു ഉള്ളത്? അല്ല, ഇല്ലായിരുന്നു. പാശ്ചാത്യരുടെ ആഗമനത്തിന് ശേഷമാണ് ഇന്ത്യക്കാർ പാൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പലരും തെറ്റിച്ചാണ് PAND പാൻറ് എന്ന ഇംഗ്ലീഷ് പദത്തിന് കിതക്കുക, അണയ്ക്കുക എന്നാണ് അർത്ഥം. വിദ്യാഭ്യാസമുള്ളവരും സ്കൂൾ ടീച്ചേഴ്സിന്റെ വീട്ടിലും ഞാൻ തെറ്റായി കേട്ടിരിക്കുന്നത്. പാൻറ് അല്ല, പാൻസ്, PANTS, പാൻസ് എന്ന് വെച്ചാൽ കാലുറ, കാൽരാശി. ഇത് പോർച്ചുഗീസുകാർക്ക് ആഗമനത്തിന് ശേഷമാണ് ഇന്ത്യക്കാർ പാൻസ് കാണുന്നതും ഇടുന്നതും. ഷർട്ട് ഇന്ത്യൻ ഡ്രസ് അല്ല, ഇന്നർ വയറുകൾ ഇന്ത്യൻ ഡ്രസ്സുകളല്ല. ഇന്ന് ഞാനും നിങ്ങളും ഉപയോഗിക്കുന്നവരും ഈ രാജ്യസ്നേഹം, ദേശസ്നേഹം അത്യുച്ചത്തിൽ വിളംബരം ചെയ്യുന്നവരൊക്കെ ധരിക്കുന്ന, പുറത്തും അകത്തും ധരിക്കുന്ന വസ്ത്രങ്ങളും വാച്ചുകളും കണ്ണാടി, ഇതൊക്കെ തന്നെ വിദേശ നിർമ്മിതമാണ്. ഇതൊന്നും ഇന്ത്യക്കാർ കണ്ടുപിടിച്ചതല്ല, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തതല്ല. അപ്പൊ സ്വദേശിവൽക്കരണം ഇപ്പോഴത്തെ വിദ്വാനം നടത്തുമ്പോൾ അയാൾ ഉപയോഗിക്കുന്ന, സഞ്ചരിക്കുന്ന ഫ്ലൈറ്റും വില കൂടിയ കോടികൾ വിലമതിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഗാന്ധിജി അനുസ്മരിച്ചുകൊണ്ട് കിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ സ്വദേശവൽക്കരണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരാംശം, പിതാവ് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, പാശ്ചാത്യർ ഇന്ത്യ വിട്ടുപോകണമെന്നുള്ള സ്വദേശവൽക്കരണത്തിന് വേണ്ടി വിദേശ വസ്ത്രങ്ങളും സാധനങ്ങളും തിരസ്കരിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ സ്വന്തം മകൻ ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ആര്യ സമാജത്തിൽ പോയി ആദ്യം ഹിന്ദുവായി ജനിച്ച മനുഷ്യൻ മുസ്ലിമായി അബ്ദുള്ള എന്ന് പേര് ചേർന്നു. അത് അയാളുടെ വ്യക്തിപരമായ കാര്യം. പിന്നീട് വീണ്ടും ആര്യ സമാജത്തിൽ പോയി വീണ്ടും ഹിന്ദു മതത്തിലേക്ക് വന്നു. ഇങ്ങനെ സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിത്വവും സ്വഭാവത്തിനും ഉടമയായിരുന്നു ഗാന്ധിയുടെ മൂത്തമകനായ ഹരിലാൽ ഗാന്ധി. മാത്രമല്ല, ഗോദ്രേജ് കമ്പനിയുടെ സേഫ് ഇപ്പോഴും വർത്തമാനകാലത്തും ഗോദ്രേജിന്റെ അലമാരയും അല്ല കബോർഡും സേഫും ഒക്കെ വളരെ പവർഫുൾ ആണ്. അപ്പോൾ ബാങ്കുകളിലും വ്യക്തികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഗോദ്രേജ് കമ്പനിയുടെ സേഫിന്റെ പരസ്യ പ്രചാരണത്തിന് ഈ ഹരിലാൽ ആയിരുന്നു മുൻപിൽ. ഇയാളെക്കുറിച്ച് പല പല ചിത്രങ്ങളും പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുമുണ്ട്. അത് ഞാൻ കണ്ട ഇതാണ് കുറെ കൂടെ നന്നായി തോന്നുന്നതും ചരിത്രമായി നീതി പുലർത്തുന്നതാണ് ഗാന്ധി ഈസ് മൈ ഫാദർ എന്ന സിനിമ. അവസാനം കാമാത്തിപുരത്തിൽ അമിതമായി മദ്യവെച്ച് ലക്കുകെട്ട് സുബോധം നഷ്ടപ്പെട്ട് ഡ്രെയിനേജിലും റോഡിന്റെ വീതികളിലൊക്കെ കിടന്നും ഉറങ്ങിയും ഭാര്യ ഇതിനിടയിൽ അവരുടെ വീട്ടിലേക്ക് പിണങ്ങിപ്പോയി. അകാലത്തിൽ അവർ മരിച്ചുപോയി. അങ്ങനെ ഭാര്യ നഷ്ടപ്പെട്ടു. വീട്ടുകാർ പിതാവുമായി പലതരത്തിൽ രമ്യതപ്പെടാൻ ഗാന്ധി ശ്രമിച്ചുവെങ്കിലും അവിടെയൊന്നും നിൽക്കാതെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കാമാത്തിപുരത്തിൽ കാമവെറി കൊണ്ട് അതങ്ങനെ മദ്യപാനവും പലതരത്തിലുള്ള സ്വഭാവ വൈരുദ്ധ്യങ്ങൾ നിമിത്തം അവസാനം തെരുവീതിയിൽ തന്നെ മരിച്ചു വീണതാണ് ചരിത്രം പറയുന്നത്. അനാഥനായി തന്നെ മരിച്ചു. എന്നാൽ മരിച്ചതിന് ശേഷം അനാഥ ബോഡി ഹോസ്പിറ്റലിൽ എവിടെയോ കൊണ്ടുപോയ ശേഷം മരിച്ചുപോയ മൃതശരീരങ്ങൾ പരിശോധിക്കുമ്പോൾ ആണ് ചെറിയൊരു ഫോട്ടോ. അത് അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യയുടെ ചിത്രങ്ങളും താനും മക്കളും ചേർന്നുള്ള ഫോട്ടോകളും ഹരിലാൽ ഗാന്ധി സൺ ഓഫ് ഗാന്ധി എന്ന പേര് കണ്ടിട്ടാണ് ഈ മരിച്ച വ്യക്തിയെ അന്ന് ജനം തിരിച്ചത്. ഓർക്കണം, ഒരു വശത്ത് ഗാന്ധിജിയെ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും ആദരിക്കുമ്പോൾ സ്വന്തം മകൻ എങ്ങനെയാണ് മരിച്ചതെന്നും ഞാൻ നിങ്ങളും ഓർക്കുക. ഇത് ഞാൻ കൊണ്ടുപോകുന്നത് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ ഏലി എന്ന പുരോഹിതനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഏലി എന്നതിൻ്റെ അർത്ഥം തന്നെ ഉന്നതൻ എന്നാണ്. ആ പേരിൻ്റെ അർത്ഥം തന്നെ ഉന്നതനാണ്. ഉന്നതമായ അവസ്ഥയിലേക്ക് ഒക്കെ എത്തി. അഹരോന്റെ പുത്രനായ ഈഥാമാറിന്റെ വംശാവലിയിൽ പെടുന്നതാണ് ഏലി. ലേവ്യ പുസ്തകം 10:1-2 വാക്യങ്ങളിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. ഏലി ഒരേ സമയം ഇസ്രയേലിന്റെ മഹാപുരോഹിതനും അതോടൊപ്പം ന്യായാധിപനുമായിരുന്നു. 40 വർഷം അദ്ദേഹം ന്യായാധിപനായിരുന്നു. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം 27 മുതൽ 30 വരെ വാക്യങ്ങളിൽ
ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലിയുടെ പുത്രന്മാരാണ് ഹൊഫ്നിയും ഫിനഹാസും. ദൈവഭയമില്ലാതെ ദൈവത്തിന് അർപ്പിക്കേണ്ട യാഗങ്ങളെയും ദൈവമന്ദിരത്തെയും മാനിക്കാതെ ദുർമാർഗികളായി ജീവിച്ചവരായിരുന്നു ഇവർ. 1 ശമൂവേൽ പുസ്തകം 2:12 മുതൽ 24 വരെ. ഏലി ഒരു സാധാരണ ഇസ്രയേൽക്കാരനല്ല. സാധാരണ പൗരനാണെങ്കിലും പുരോഹിതനാണെങ്കിലും മഹാപുരോഹിതനായാലും ദൈവം മുൻപാകെ നിയമം ഒരുപോലെ ആയിരിക്കണം. ദൈവത്തെ സേവിക്കുകയും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരമായി ഇദ്ദേഹം മഹാപുരോഹിതന്റെ മക്കളായിരിക്കുന്ന ഇവർ പൗരോഹിത്യത്തിൽ കൂടെ ലഭിക്കുന്ന നന്മകളും ഭക്ഷ്യവസ്തുക്കൾ വരെ പുരോഹിതന് യാഗമർപ്പിക്കാൻ വ്യക്തികൾ കൊണ്ടുവരുന്ന യാഗവസ്തുവിൽ ഒരംശം പുരോഹിതനും കുടുംബത്തിന് അവകാശമായി ദൈവം നിജപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയിരിക്കെ പൗരോഹിത്യത്തിന്റെ പേരിൽ ആലയവുമായി ബന്ധപ്പെട്ട് ഉപജീവിക്കുകയും സത്യദൈവത്തിന് വിരുദ്ധമായി ദൈവത്തെ സേവിക്കുകയോ സേവിക്കാതിരിക്കുകയോ ആ വ്യക്തിയുടെ കാര്യമാണെങ്കിലും നിയമമനുസരിച്ച് ആലയത്തിൽ ജീവിക്കുന്നെങ്കിൽ, പുരോഹിതന്റെ മകനായി ജീവിക്കുന്നെങ്കിൽ അപ്പനെയും ബഹുമാനിച്ച് അപ്പൻ ആചരിക്കുന്ന മതം അല്ലെങ്കിൽ ആ ദൈവത്തെ സേവിച്ച് ഈ ജനത്തിന് മാതൃകയാകേണ്ടവർ ഇവർ തന്നെ തെറ്റിപ്പോയപ്പോൾ അപ്പനെക്കുറിച്ചുള്ള ബഹുമാനം ജനത്തിന് നഷ്ടപ്പെടുകയില്ലേ? അതാണ് ഏലിയും കുടുംബത്തിന്റെ ചരിത്രം. വർത്തമാനകാലത്തെ പൗരോഹിത്യത്തിൽ എപ്പിസ്കോപ്പൽ സഭകളിലും പ്രൊട്ടസ്റ്റന്റ് സഭകളിലും ബ്രദറൻ വിഭാഗങ്ങളിലും CSI മർത്തോമ അങ്ങേയറ്റം പെന്തക്കോസ്ത് സഭകളിലും ദൈവത്തെ സേവിക്കുകയും ദൈവത്തിന്റെ സേവകൻ എന്ന നിലയിൽ നന്മകൾ അനുഭവിക്കുകയും ചെയ്ത് മക്കൾ തെറ്റിപ്പോയി. നാടൻ ശൈലിയിൽ പറഞ്ഞ മക്കൾ പിഴച്ചുപോയി, അധർമ്മം പ്രവർത്തിച്ചു. ആലയത്തിലെ ജോലിക്കാര്യത്തിന് വേണ്ട സ്ത്രീകളുമായി അരാജകത്വം, ലൈംഗിക ബന്ധത്തിൽ ഇടപെട്ടു. ദൈവം വെറുക്കുന്ന മനുഷ്യന് പോലും സഹിക്കാൻ കഴിയാത്ത സകല ദുർവൃത്തങ്ങളും അവർ ചെയ്തു. ആലയത്തിൽ കൊണ്ടുവരുന്ന വിശ്വാസികൾ ബഹുമാനത്തോടെ സത്യദൈവത്തിന് കൊടുക്കുന്ന യാഗവസ്തു അവർ അവകാശപ്പെട്ടു. അവർ നേരിട്ടല്ല, തങ്ങളുടെ പരിചാരകന്മാരെ വിട്ടിട്ട് പച്ചമാംസം മാത്രമേ ഞങ്ങൾ കഴിക്കൂ, ദൈവത്തിന് കൊടുത്ത അതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ദൈവിക ആ യാഗത്തെയും ആരാധനയും ദൈവത്തെയും അവർ അപമാനിച്ചത് കൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുക മാത്രമല്ല, അസാധാരണമായ രീതിയിലുള്ള അസ്വാഭാവികമായ ഒരു മരണമാണ് ഇവർ രണ്ടുപേർക്കും ഉണ്ടായെന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പൊ തികച്ചും ഗൗരവപരമായ ഒരു കാര്യമാണ്. അപ്പൻ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ആ മതത്തെയോ ദൈവത്തെയോ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് ആധുനിക കാലഘട്ടങ്ങളിൽ വ്യക്തിപരമായ. എന്നാൽ അപ്പന്റെ കൂട്ടത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അപ്പൻ കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ നന്മ ദൈവത്തിന് വഴി കിട്ടുകയാണെങ്കിൽ അതിനെ ഭക്ഷിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തിട്ട് അപ്പനെ തിരസ്കരിച്ചാൽ, ദൈവത്തെ തിരസ്കരിച്ചാൽ ശിക്ഷ എന്താണെന്നാണ് ഇത് നമ്മൾക്ക് പാഠമായി തീരുന്നത്. ഇന്നത്തെ തലമുറയും എനിക്ക് അവരോട് പറയാനുള്ളതാണ്. നിങ്ങൾ ദൈവത്തെ സേവിക്കുകയോ സേവിക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ദൈവത്തെ സേവിച്ചിട്ട് ആ പ്രമാണത്തിൽ നിൽക്കാതെ നിങ്ങൾ അധർമ്മം പ്രവർത്തിച്ചിട്ട് ഞങ്ങൾ ഏലി പുരോഹിതന്റെ മക്കളാണ്, ഞങ്ങൾ സെൻട്രൽ പാസ്റ്റർ മക്കളാണ്, പാസ്റ്റർ മക്കളാണെന്ന് അഭിമാനപുരസം നിങ്ങൾ ആരോടും പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ഇവരുടെ കുഴപ്പം? മറ്റ് മാർഗങ്ങളില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. ദൈവവും ജനം ഒരുപോലെ വെറുത്ത അവസ്ഥയാണ് ഇവർക്കുണ്ടായത്. കൂടാതെ കൂടാരം ശമൂവേൽ ബാൽ കൂടെ കൂടാരത്തിലുണ്ടായിരുന്ന പേര് പറയാത്ത ഒരു പ്രവാചകനെ ദൈവം അയച്ച് ഏലി പുരോഹിതനോട് പറഞ്ഞു, നീ നിന്റെ മക്കളെ ശാസിക്കണം, അവരെ തർജ്ജനം ചെയ്യണം, അവരുടെ തെറ്റായ വഴികളെ കുറിച്ച് നീ അവരെ ബോധ്യപ്പെടുത്തണം. നീ മഹാപുരോഹിതനാണ്. അവർ എന്ത് ചെയ്തില്ല? ഏലി ആ പറഞ്ഞ ആലോചനയെ അവഗണിച്ചു. എൻ്റെ മക്കൾ അവർ എങ്ങനെ ജീവിച്ചോട്ടെ, എനിക്ക് എന്താ കാര്യം എന്നർത്ഥത്തിൽ. രണ്ടാമത് തൻ്റെ കൂടെ കൂടാരത്തിൽ പാർക്കുന്ന ശമൂവേൽ എന്ന ബാലനെ ദൈവം ഇടപെട്ട് വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് ശക്തമായ നിലയിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടും
യഹോവയല്ലോ, യഹോവയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ, ഞാൻ എന്നാ ചെയ്യാനാ എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തെ, മക്കളെ, ഭാര്യയെ, മക്കളെ നേരായ വഴി കൂടെ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ തർജ്ജനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ മാറ്റിവിടുക എന്നുള്ളതാണ് അർത്ഥം. നോക്കണം, ഭാര്യയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നില്ല, പക്ഷെ മക്കൾ ചെയ്ത തെറ്റ്, ഒന്നുകിൽ മക്കളെ തർജ്ജനം ചെയ്യണമായിരുന്നു, അല്ലെ അവരെ ആലയത്തിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് മാറ്റി എവിടെയെങ്കിലും പറഞ്ഞു വിടണമായിരുന്നു. ഇത് ചെയ്യാതെ മക്കൾ ചെയ്യുന്ന അധർമ്മത്തെ പരോക്ഷമായും പ്രത്യക്ഷമായും അംഗീകരിച്ചതാണ് ഏലി മഹാപുരോഹിതനെന്നും ന്യായാധിപനുമായ മനുഷ്യന്റെ തെറ്റ്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം കുടുംബത്തിലെ മക്കളെ നേർവഴി കാണിക്കാതെ, അവരെ ശാസിക്കാതെ ജനങ്ങളെ എങ്ങനെയാണ് നടത്തുന്നത്? 40 വർഷം ന്യായാധിപനും മഹാപുരോഹിതനായ മനുഷ്യന്റെ അവസ്ഥ എത്ര ലജ്ജാകരമാണ്! ഇതെന്തിനാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്? തിന്മയെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഒക്കെ ബൈബിൾ എഴുതിയിരിക്കുന്നത് നമുക്ക് അത് മാതൃകയാകാനാണ്, നാം നോക്കേണ്ടതിനാണ്. നമ്മുടെ കുടുംബം എങ്ങനെയാണ്? മക്കൾ തെറ്റിപ്പോയോ? മക്കളെ ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ മഹാപുരോഹിതന്റെ പണി, ന്യായാധിപന്റെ പണി നിർത്തണം. അതല്ലേ നല്ലത്? അതല്ലേ ദൈവവിഭാഗം നല്ലത്? അത് സമൂഹത്തിന് മാതൃകയല്ലേ? ഇന്നും അതേ അവസ്ഥകളല്ലേ ഇരുന്നേ. ഞാൻ പേരും സഭയൊന്നും പറയുന്നില്ലെങ്കിലും പിഴച്ച തലമുറകൾ, ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഇന്നും പെന്തക്കോസ്ത് സഭകളിലുണ്ട്. ഒരേ സമയത്ത് പാസ്റ്റർമാരും അധർമ്മം പ്രവർത്തിക്കും, വ്യാജം പറയും, പണം മോഷ്ടിക്കും, മറ്റു തരത്തിലുള്ള കള്ളത്തരം കാണിക്കും, മക്കൾ അത് ചെയ്യും. പിന്നെങ്ങനെ ജനത്തിന് മുൻപാകെ കൺവെൻഷൻ വേദിയിലും സഭയ്ക്കകത്തു നിന്ന് ഗീർവാണ പ്രസംഗം നടത്തിയ ജനം മാനസാന്തരപ്പെടുമോ? ഉള്ളവരോടെ പോവുകയല്ലേ? അതുകൊണ്ട് പ്രിയ കർത്തൃ, ഞാൻ ജനത്തോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തുക, അത് നിങ്ങളുടെ സൗകര്യം. പക്ഷേ നാം നിൽക്കുന്ന സഭ, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രമാണം, നാം എന്താണ്, ആരാണെന്ന് സമൂഹം അറിയുമ്പോൾ അവരുടെ മുമ്പിൽ ദൈവനാമം ദുഷിക്കപ്പെടരുത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളിടയിൽ കൂത്തുകാഴ്ചയാകുന്നു. എന്ന് വെച്ചാൽ ഡാൻസും പാട്ടും കൂത്താട്ടം പോലെ പബ്ലിക്കിന് ആസ്വദിക്കുന്ന വ്യക്തികളെ പോലെ ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളും എപ്പിസ്കോപ്പസ് സഭകളും, വിവാഹം കഴിക്കാത്ത എപ്പിസ്കോപ്പസുകളെ പുരോഹിതന്മാർ കോടികളുടെ അഴിമതി നടത്തുന്നു, കോടതിയിൽ കയറുന്നു, കോടതി ചോദിക്കുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? എത്ര ലജ്ജാകരമാണ്! പെണ്ണുകേസി പ്രതികൾ വിവാഹം കഴിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ. അതിൽ തന്നെ കത്തോലിക്കൽ പുരോഹിതന്മാരെന്ന് പറയുന്നവർ കല്യാണം കഴിക്കാതെ എത്ര പെണ്ണുകേസിൽ പ്രതി, എത്രയോ കന്യാസ്ത്രീകൾ അപമൃത്യപ്പെട്ടു, എത്ര പേർ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. തെളിയാത്ത കേസൊക്കെ. ഇതിനൊക്കെ കാരണം ഒന്നുകിൽ നിങ്ങളുടെ ആ പൗരോഹിത്യം വേണ്ടെന്ന് വെക്കുക, ഡീസൻ്റായി പോയി കല്യാണം കഴിച്ച് വേറെ ജീവിക്കുക, അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ഓർക്കണം, ഏലിയും കുടുംബവും മഹാത്മാഗാന്ധിയുടെ കുടുംബം ഇതുപോലെയാണ്. അപ്പൻ തെറ്റിയില്ല, പക്ഷെ മക്കൾ തെറ്റി. മക്കളെ ശാസിക്കേണ്ട ദൗത്യം ശാസിച്ച് അവരെ പുറത്താക്കുന്ന പകരം അവർ ചെയ്ത അധർമ്മത്തെ പരോക്ഷമായി പ്രത്യക്ഷമായി അത് അംഗീകരിച്ചതാണ് ഇവരുടെ രണ്ടുപേരെയും കുഴപ്പം. അതുകൊണ്ട് ഈ പകലിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, നമ്മൾ ഇത് മനസ്സിലാക്കാണ്. നമ്മുടെ ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മകന് സംഭവിച്ച അനർത്ഥം, ഹീനമായ ആ മരണം നമുക്കൊരു പാഠമാണ്. ഏലിയും കുടുംബത്തിൻ്റെയും ഹൊഫ്നി ഹിനാസിൻ്റെയും അവസ്ഥകളും ഇത് തന്നെയാണ്. യുദ്ധക്കളത്തിൽ വെച്ച് അവർ പട്ടുപോയി. ഇത് മുൻകൂട്ടി ദൈവം പറഞ്ഞിട്ടും ആലോചനയും തിരസ്കരിച്ചതാണ്. അവസാനം ഏലിയുടെ മരണവും സ്വാഭാവികമായ മരണമല്ല, ശാപഗ്രസ്തനായി മരിച്ചു. കാരണം ആലയത്തിന്റെ പടിവാതിക്കൽ ഇരുന്ന ഏലി ദുർവർത്തമാനം കേട്ടിട്ട് പുറകോട്ട് വീണ് പിടലി ഒടിഞ്ഞു മരിച്ചു. അത് പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, ശാപത്തിന്റെ മരണമായിരുന്നു. നമ്മൾ സ്വാഭാവികമായി മരിക്കേണ്ട, ഉന്നത സ്ഥാനത്തിരിക്കേണ്ട നമ്മൾ, അല്ലെങ്കിൽ പുരോഹിതൻ ഇപ്പോൾ വീണ് പിടലി ഒടിഞ്ഞ് ആത്മഹത്യക്ക് പോലെയുള്ള അവസ്ഥ വന്നു. അതുകൊണ്ട് അപ്പന്റെ മരണവും ഹീനമായി,
മക്കളുടേതും ഹീനമായത്. നമുക്കൊരു പാഠമായി നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. കുടുംബത്തെ നേരായ വഴി കൊണ്ടുപോകാം. കുടുംബത്തെ ഭാര്യയോ മക്കളോ തെറ്റിപ്പോയെങ്കിൽ അവരെ ഉപേക്ഷിക്കും തന്നെയാണ് ഞാൻ പറയുന്നത്. അവരങ്ങനെയുള്ളവരെ കൂടിയിട്ട് ഒന്നുകിൽ ആ പൗരോഹിത്യം വേണ്ടെന്ന് വെക്കുക, കേവലം വിശ്വാസിയെ തുടരുക, ഇല്ലെങ്കിൽ അവരെ പുറത്താക്കുക. രണ്ടും കൂടെ ചേരുകയില്ല. ഒരു ഉറവയിൽ നിന്ന് കയ്പും മധുരവും എങ്ങനെ ഉറപ്പെടും? ഇന്നത്തെ ആത്മീയ ലോകം അധംപതിച്ചു പോയത് പിശാചിന്റെ പോരാട്ടം ബന്ധനമല്ല, നമ്മളുടെ കുഴപ്പങ്ങളാ. അതുകൊണ്ട് എല്ലാ ക്രൈസ്തവ മേഖലയിലും പാസ്റ്റർമാരോടും സെൻട്രൽ പാസ്റ്റർമാരും കുടുംബത്തോടും പൗരോഹിത്യത്തിലെ ഈ കുപ്പായിട്ട് നടക്കുന്നവരും ഞാൻ പറയട്ടെ, നിങ്ങൾ സമൂഹത്തിനു മുമ്പിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകാതെ വചനത്തിലേക്ക് മടങ്ങി വരാൻ ഞാൻ നിങ്ങളെ ഈ പകലിൽ ആഹ്വാനം ചെയ്യുന്നു.